സീസണിലെ തുടർച്ചയായ 4-ാം എൽ ക്ലാസിക്കോയിലും റയൽ മാഡ്രിഡിന് കണ്ണീർ. സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്കാണ് ബാഴ്സയുടെ വിജയം. റയലിനായി കിലിയൻ എംബാപ്പെ ഹാട്രിക് നേടിയെങ്കിലും വിഫലമായി. വിജയത്തോടെ 35 മത്സരങ്ങളിൽ നിന്ന് 82 പോയിന്റുമായി ബാഴ്സ ലാലിഗ കിരീടത്തോട് അടുത്തു കഴിഞ്ഞു. 75 പോയിന്റാണ് റയലിന്റെ സമ്പാദ്യം. റയൽ ആഗ്രഹിച്ച പോലെയാണ് മത്സരം തുടങ്ങിയത്. 5-ാം മിനിറ്റിൽ തന്നെ കിലിയൻ എംബാപ്പയുടെ പെനാൽറ്റി ഗോളിൽ റയൽ മുന്നിൽ. 14-ാമത്തെ മിനിറ്റിൽ വീണ്ടും എംബാപ്പയുടെ കാലുകൾ റയലിന് രക്ഷക്കെത്തി. 2 ഗോളിന് പിന്നിലായതോടെ ബാഴ്സ ഉണർന്നു കളിച്ചു. തുടർ ആക്രമണങ്ങളിലൂടെ ബാഴ്സ റയലിനെ വട്ടം കറക്കുന്നതാണ് പിന്നീട് മൈതാനത്ത് കണ്ടത്. 19-ാമത്തെ മിനിറ്റിൽ ഹെഡർ ഗോളിലൂടെ എറിക് ഗാർഷ്യയാണ് ബാഴ്സക്കായി ആദ്യ ഗോൾ നേടിയത്. തൊട്ടു പിന്നാലെ 32-ാമത്തെ മിനിറ്റിൽ അസാധ്യമായ ആംഗിളിൽ നിന്നും ലമീൻ ജമാൽ തൊടുത്ത വെടിക്കെട്ട് ഷോട്ടിൽ ബാഴ്സ ഒപ്പമെത്തി. 2 മിനിറ്റുകൾക്ക് ശേഷം റാഫീഞ്ഞയുടെ ഗോളിൽ ബാഴ്സ മുന്നിലേക്ക് കയറി. ആദ്യ പകുതിക്ക് പിരിയാനിരിക്കെ റാഫീഞ്ഞ വീണ്ടും ബാഴ്സയുടെ ലീഡ് ഉയർത്തി. പന്തടക്കത്തിലും പാസിംഗിലുമെല്ലാം ബാഴ്സയായിരുന്നു ഏറെ മുന്നിൽ. ബാഴ്സ 23 കോർണറുകൾ നേടിയപ്പോൾ 9 എണ്ണമായിരുന്നു റയലിന്റെ സമ്പാദ്യം. പക്ഷേ ഹൈ ഡിഫൻസീവ് ലൈൻ എന്ന ബാഴ്സ പ്രതിരോധ മുറയെ മുറിച്ചു കയറിയ എംബാപ്പയും കൂട്ടരും പലകുറി ബാഴ്സക്ക് തലവേദന സൃഷ്ടിച്ചു. 70-ാമത്തെ മിനിറ്റിൽ എംബാപ്പയുടെ 3-ാം ഗോളോടെ മത്സരം വീണ്ടും ഉണർന്നു. ബാഴ്സയുടെ ഓഫ് സൈഡ് ട്രാപ്പിൽ എംബാപ്പെ പലകുറി ഇക്കുറിയും കുടുങ്ങി. മത്സരത്തിൽ ബാഴ്സ താരം ഫെറൻ ടോറസ് തൊടുത്ത ഷോട്ട് പെനാൽറ്റി ബോക്സിൽ വെച്ച് റയൽ പ്രതിരോധ താരം അർലിയൻ ഷുമേനിയുടെ കൈകളിൽ കൊണ്ടെങ്കിലും റഫറി വാർ പരിശോധനയിൽ നിഷേധിച്ചത് വിവാദമായി. എന്തായാലും അടുത്ത മത്സരം കൂടി വിജയിക്കുകയാണെങ്കിൽ ലാലിഗ കിരീടം ബാഴ്സലോണ സ്വന്തമാക്കും.